ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന നമ്മുടെ പോലീസുകാരോടൊപ്പം സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ പലതവണ ചോദിക്കുന്നുണ്ട്, നിന്നെ അവർ പീഡിപ്പിച്ചിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ. പക്ഷേ അലീന അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ശരി, എന്നാൽ പിന്നെ സ്റ്റേഷനിൽ വന്ന് നിന്നെ ഞങ്ങൾ ചോദ്യം ചെയ്തോളാം, അപ്പം നീ സത്യം പറയും, തത്ത പറയുന്നത് പോലെ പറഞ്ഞോളും എന്ന് വനിതാ പോലീസ് പറയുകയാണ്. എന്നിട്ടും അലീനയ്ക്കൊരു കൂസലും ഇല്ല. നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം. കൃഷ്ണമോൾ ആകെ പേടിച്ച് വിറച്ചിട്ട് രേവതി കുട്ടിയെ വിളിക്കും. രേവതിയാണെങ്കിൽ അവിടെ നമ്മുടെ ഗേസമ്മയുടെ ഒരു ബന്ധു, അകന്ന ഒരു ബന്ധു പോലീസിലുള്ളത് കാരണം അയാളെ ഒന്ന് കാണാൻ നേരിട്ട് പോകാൻ വേണ്ടി അവരിറങ്ങാണ്. അങ്ങനെ അവരങ്ങോട്ട് പോകണം കേട്ടോ. ആ സമയം കൃഷ്ണമോളെ വിളിച്ചിട്ട് സമാധാനപ്പെടുത്തുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അലിന് ചേച്ചി തിരിച്ചു വരും. പിന്നെ വൈകിട്ട് 6 മണിക്ക് മുന്നേ വന്നില്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്നുകൂടെ വിളിക്കണം. ഇവിടെ ഗ്രേസി ആൻറ്റിയുടെ ഒരു ബന്ധത്തിൽ ഒരാളുണ്ട്, പോലീസിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നേരിട്ട് പോയി സംസാരിക്കാൻ പോവുകയാണ്. പിന്നെ നടക്കുമോ ചേച്ചി? നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അതിന് മുമ്പേ ചേച്ചി വരുവാണെങ്കിൽ നീ വിളിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുന്ന രേവതി പറയാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്നും കൂടെ പറയാട്ടോ. ശരി ചേച്ചി എന്നും പറഞ്ഞ് ഫോണും വയ്ക്കാം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോൾ തന്നെ അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന കാര്യം ഗോവർദ്ധന അറിഞ്ഞല്ലോ. ഗോവർദ്ധനം പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനെ അകത്ത് കയറി കാണാനൊന്നും സമ്മതിക്കുന്നില്ല, അലീനെ കാണാനും സമ്മതിക്കുന്നില്ല, രോഹിത്തിനെയും ഹരിയെയും ഒന്നും കാണാൻ സമ്മതിക്കാതെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. അങ്ങനെ അയാൾ നിരാശയായിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് അലീനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെ പോലീസ് വന്നിട്ട് ശരിക്കും ചോദ്യം ചെയ്യുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരനുഭവവും ഇല്ലാതില്ലാതെ നീ കള്ളം പറയണ്ട. അവന്മാരുടെ ഫോണിൽ നിൻ്റെ ചില നഗ്ന ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നല്ലോ, അതിന് നീ വഴങ്ങി കൊടുത്തതാണോ, നിന്ന് കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കുക. സാർ അങ്ങനെയൊന്നുമില്ല, പിന്നെ എങ്ങനെയാടിയുള്ള സത്യം പറയടി. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒരു ദിവസം അവരെനിക്ക് എന്നെ റൂമിലേക്ക് വിളിച്ചു, മയക്കുമരുന്ന് കലർത്തി തന്നു. എന്നിട്ട് എന്തൊക്കെയാണ് നിന്നെ ചെയ്തത്? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. മയക്കുമരുന്ന് കലർത്തി തന്നു എന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാടി വിശ്വസിക്കുക എന്ന് അയാൾ ചോദിക്കുകയാണ്. അല്ല, ദേഹത്ത് തൊട്ടു, കയ്യിൽ പിടിച്ച് വലിച്ചു, എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഓ, പിന്നെ ഹരബോധത്തിൽ നിൽക്കുന്ന നീ പിന്നെ എന്തറിയാനാ? അവർ കാര്യം കാണാൻ വേണ്ടി നിന്നെ ഉപയോഗിച്ചു. ഇല്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. എന്നാൽ പിന്നെ അവന്മാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണല്ലേ, നീ പറയണ്ട. അങ്ങനെ അവന്മാരെ രണ്ടുപേരും ജയിലിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഓർഡർ ചെയ്യാണ് കേട്ടോ. ഒരു പോലീസുകാരൻ പോയി 2 എണ്ണത്തിനെയും പിടിച്ചുകൊണ്ട് വരുവാണ്. മൊത്തം 4 പേരുണ്ട്. അപ്പോൾ വേറൊരാൾ ചോദിക്കുന്നുണ്ട്, സാറേ ഇതിനകത്ത് കിടന്ന ഒരുത്തൻ എന്ത് ചെയ്യേ? 3 പേരല്ലേ ഉള്ളൂ. ഒരുത്തന്നെ തെളിവെടുപ്പിന് വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെ 2 പേരെയും കൂടെ ഇവിടെ ഓഫീസിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അലീന ഇവിടെ നിൽക്കുകയാണല്ലോ. ഹരിക്ക് ഒരു കൂസലുമില്ല, പക്ഷേ രോഹിത്തിന് കുറ്റബോധം കൊണ്ട് ആകെ തല താഴ്ത്തി പോവാണ്. അലീന പലതവണ പറഞ്ഞതല്ലേ ജയിലിൽ കയറേണ്ടി വരും ഇവൻ്റെ കൂട്ടുവിടാൻ, അതുകൊണ്ടാണ് ശരിക്കും രോഹിത്തിന് നാണക്കേട് തോന്നുന്നത്. അപ്പം ഹരിയോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇവിടെ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരി അതേന്ന് അങ്ങ് പറയാണ്. ഓ അത് ശരി, പക്ഷെ അവളെ പറയുന്നത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണല്ലോ. ചെയ്തു സാറേ, ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് കയ്യിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെ ചെയ്തു എന്ന് പറയാം. ശരി, ഇനി ബാക്കി എന്തൊക്കെയാണ് നീ ചെയ്തത് പറ. അങ്ങനെ പറയാൻ ഹരി തുടങ്ങുമ്പോഴത്തേക്കിനും നീ പറയണ്ട, ഇവനെ കൊണ്ട് പറയിക്കാം, പറയടാ രോഹിത് ബാലചന്ദ്ര എന്ന് പറയാട്ടോ. രോഹിത്തിനാകെ നാണക്കേടാവാണ്. രോഹിത്ത് നടന്ന കാര്യം അതേപടി പറയുന്നുണ്ട്. പക്ഷേ അവസാനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പോലീസ് സമ്മതിക്കണില്ല കേട്ടോ. അലീനെ കട്ടിലിൽ പിടിച്ച് തള്ളിയിട്ട അവരെ പറയാനുള്ളൂ. അത് കഴിഞ്ഞ് പോലീസുകാരൻ പറയാനുണ്ട്, ഇനി മതി, എനിക്ക് ബാക്കിയൊക്കെ ഊഹിക്കാനല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അലീനോട് വന്ന് ചോദിക്കുന്നുണ്ട്, സത്യം ഇതൊക്കെയാണല്ലേടി, നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, സാറ് മുഴുവനും കേട്ടില്ലല്ലോ, ബാക്കിയുള്ള കാര്യം കൂടെ സാറ് കേട്ടിട്ട് വേണം ഇനി അങ്ങോട്ട് എന്ത് കേൾക്കാനടി. ഒരു പെണ്ണിനോട് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ അങ്ങോട്ട് ആവും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇനി പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവന്മാർ നിന്നെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു, നീ ഇവന്മാരെ വെള്ളപ്പൂശാൻ നോക്കി രക്ഷപ്പെടുത്താൻ നോക്കണ്ട. അപ്പോൾ നീയും ഇവന്മാരിലൊരു കണ്ണിയാണെന്ന് ഞങ്ങളങ്ങ് വിചാരിക്കും. സാർ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആരുടെയും കണ്ണിയല്ല, എന്നെ അവർ ഉപദ്രവിച്ചിട്ടില്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അല്ലാതെ വേറൊന്നും അവിടെ നടന്നിട്ടില്ല. അലീന ബാക്കി കാര്യങ്ങളും സത്യാവസ്ഥകളും പറയണുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പേപ്പറിലേക്ക് നീ പരാതി എഴുതിത്താ. നിന്നെ ഇവർ ഉപദ്രവിച്ചതല്ലേ, അന്ന് ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ നീ ഇവന്മാരെ നൈസായിട്ട് രക്ഷപ്പെടുത്തി. ഇനി അത് നടക്കില്ല. ഇല്ല സാർ, എനിക്ക് പരാതിയില്ല. നീയാണോ തീരുമാനിക്കുന്ന പരാതിയില്ലെന്ന്? അവന്മാർ പറയുന്നുണ്ടല്ലോ നിന്നെ ഉപദ്രവിച്ചു എന്ന്, അത് അവർ പറയുന്നതല്ലേ. പക്ഷേ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത പരാതി ഞാൻ എഴുതില്ല സാറേ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, നിന്നെ ഇവിടുന്ന് എഴുതിയിട്ട് തന്നെ ഞങ്ങൾ വിടത്തുള്ളൂ എന്നും പറഞ്ഞു അവിടെ അലീനയെ പിടിച്ച് ആ സ്റ്റേഷനിൽ തന്നെ ഇരുത്തിയേക്കട്ടോ. രാത്രിയായിട്ടും വിട്ടിട്ടില്ല. ഇവിടെ
കൃഷ്ണമോൾ ആകെ ടെൻഷൻ. ആ രാത്രിയായിട്ട് അലീന ചേച്ചി വന്നില്ല. അങ്ങനെ തന്നെ ഉടനെ വീണ്ടും രേവതി കുട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ട് ഇതുവരെയും വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഗ്രേസ് അമ്മയ്ക്ക് ശരിക്കും സംശയം ആവുന്നുണ്ട് കേട്ടോ മാമച്ചനും. എന്തിനായിരിക്കും അലീന ഇത്രയും നേരം അവിടെ പിടിച്ചിരുത്തേണ്ട ആവശ്യം ഇവർക്ക്? അപ്പോൾ എന്തോ കാര്യം സാധിക്കാനുണ്ട്. അങ്ങനെ ഗോവർദ്ധനൻ കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഗോവർദ്ധനൻ വന്നപ്പോൾ തന്നെ പറയണ്ട, ഇവന്മാർ രണ്ടുപേരും കൂടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇവന്മാർക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തെളിവുമുണ്ട്. അവളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പരാതി എഴുതി തരണം. പരാതി എഴുതിയാൽ അതും കൂടെ ചേർത്ത് ഇവന്മാർക്ക് ആക്ഷൻ എടുക്കണം. ഇവന്മാർ പുറം ലോകം കാണരുത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല സാറേ, ഞാൻ പരാതി എഴുതില്ല. എനിക്ക് പരാതി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിന്നെക്കൊണ്ട് ഞങ്ങൾ പരാതി എഴുതിപ്പിക്കും. നിങ്ങളെന്നെ അടിച്ചോ ഇടിച്ചോ എന്ത് വേണോ ചെയ്തോ. പക്ഷേ ഇല്ലാത്ത പരാതി, എനിക്കില്ലാത്ത പരാതി ഞാൻ എഴുതി തരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഒറ്റ വാക്കിൽ അലീന കട്ടായം പോലെ അവിടെ ഇരിക്കാട്ടോ. എനിക്ക് സ്വന്തം സഹോദരന്മാർക്കെതിരെ എന്ത് പരാതി കൊടുക്കാനാ? അത് ഇവർക്കറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയുടെ വിഷയവും കാര്യങ്ങളും ഒക്കെ സുലോചന വന്നിട്ട് വൈജയന്തിയോട് പറയാണ് കേട്ടോ. വൈജയന്തി ആശുപത്രിയിലാണല്ലോ. വൈജയന്തി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ സുലോചന നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അതുപോരാഞ്ഞിട്ട് വേറൊരു കാര്യം ചേച്ചിക്ക് അറിയോ? ഇപ്പോൾ അന്ന് അലീനെ ഇവർ ഉപദ്രവിച്ചില്ലേ, അവന്മാർ തന്നെ തത്ത പറയും പോലെ പോലീസിനോട് എല്ലാ സത്യവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അലീനയെ കൊണ്ട് എങ്ങനെയെങ്കിലും പരാതി എടുപ്പിച്ച് ആ കുറ്റവും കൂടെ ഇവരുടെ ചാർത്തി പേപ്പർ ഇടിക്കണമെന്നാണ് പോലീസിൻ്റെ നിർബന്ധം. അതിനുവേണ്ടി അലീനയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുക. എന്താ? അതെ, അന്ന് അലീന ഇവന്മാരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. പക്ഷേ ഇന്ന് ദൈവം കണ്ടില്ലേ, അലീനെ കുറ്റം ചെയ്തവർക്കെതിരെ ശിക്ഷ കൊടുക്കുന്ന കണ്ടില്ലേ? അതാണ് പറയുന്നത്, ദൈവമുണ്ടെന്ന്. ഇനി അലീന വിചാരിച്ചാലേ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ വൈജയന്തി ആകെ ടെൻഷൻ ആവാണ് കേട്ടോ. ഇനി ആ ഒരു പരാതിയും കൂടെ ആയാൽ ഒരിക്കലും രോഹിത്തും കാര്യം പുറം ലോകം കാണില്ല, അത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രനും ഈ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അവിടെ ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ കയ്യിൽ നിന്നാണ് ബാലചന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ അറിയുന്നത്. അലീനെ പിടിച്ചുകൊണ്ട് പോയെന്നും കൂടെ അറിയുമ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്നു പോവാണ്. അവിടുന്ന് ചാടി എണീച്ച് ദേഹത്ത് കിടന്നതെല്ലാം എണീറ്റ് എനിക്ക് അലീനെ കാണണം, സ്റ്റേഷനിലേക്ക് പോകണം എന്നൊക്കെ കൂടെ നിന്നവരെല്ലാവരും പിടിച്ച് അടക്കി കിടത്തുന്നുണ്ട്. സമാധാനപ്പെടും, നിങ്ങളിങ്ങനെ എടുത്ത് നിങ്ങളുടെ പേഷ്യൻ്റ് അല്ലേ, നിങ്ങൾ ഓടരുത്, ഇങ്ങനെയൊന്നും കാണിക്കരുത്, അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെ അടക്കി കിടത്താൻ കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.